കേറണ്ടിട്ടാ എന്നെന്തിട്ട് സംഭവം ഉണ്ടായി ഇന്നലെ എന്തിട്ടുണ്ടായിരുന്നു കാട്ടയം ഇന്നലെ എന്ത് സംഭവമാണ് ഉദ്ദേശിക്കുന്നത്? ഇന്നലെ എന്തിട്ടാ മകനെ ഉണ്ണിക്കണ്ണൻ അറിയാം? ഉണ്ണിക്കണ്ണൻ പുള്ളി വിജയനെ കണ്ടെന്ന്, വിജയ് സാറിനെ കണ്ടെന്ന്. അത് കളിയാക്കുന്നവർക്കൊരു പാഠമാവട്ടെ. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം മനോരമയിലും ഏഷ്യാറ്റിലും 24-ലൊക്കെ ലൈവായിരുന്നു. ദൂരം പോയി പുള്ളി വിജയ് സാറിനെ കണ്ടു. കാരണം ഒരു സാധാരണക്കാരന്റെ ഒരു ലൈവ് മനോരമ ന്യൂസുകാർ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യല്ലേ. ഏത് ഭാഷയാണ് പെരേര സംസാരിക്കുന്നത്? ഭാഷ എന്തിട്ടാ? ഉണ്ണിക്കുട്ടൻ തൃശ്ശൂർ ആയതുകൊണ്ടാണോ അങ്ങനെ ഭാഷ സംസാരിക്കുന്നത്? അറിയില്ല. ഭാഷ ഏതായാലും നമ്മള് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. ഉണ്ണിക്കുട്ടൻ വിജയ് കണ്ടത് എങ്ങനെയുണ്ടായിരുന്നു? കേരളാറ്റെ വെച്ച് കണ്ടെന്നിട്ട് പറയണ ഫോട്ടോയും വീഡിയോ അവർ എടുത്തു എന്നാണല്ലോ പറയുന്നത്. ഫോട്ടോയും വീഡിയോ ഒക്കെ ഉടൻ തന്നെ വിജയ് സാറ് ചിലപ്പോ പബ്ലിഷ് ചെയ്യായിരിക്കും. ഇട്ട് കഴിഞ്ഞാൽ അവന്റെ ജാതകം നല്ല രീതിയിൽ മുന്നോട്ട് മാറും. എന്തായാലും വിജയ് സാറിനെ കാണാനായിട്ട് പറയുന്ന കമന്റോളികളോട് ഒരു കാര്യം പറയാം. സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് വിചാരിക്കുക, കഷ്ടപ്പെടുമ്പോൾ ഒരു വിജയം ഉണ്ട്. അതിൽ മായൻ എന്താ പറയാനുള്ള? എനിക്ക് പറയാനുള്ള ഇപ്പൊ ഉണ്ണിക്കണ്ണൻ എന്ന് പറഞ്ഞ ആ വ്യക്തിയെ കുറിച്ച് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, കാണാനുള്ള മായി മാത്രം അതിനോട് കേരള പറഞ്ഞോ പറയണോ? ഇപ്പൊ ഈ ക്ലാസ് വെച്ചപ്പോ എനിക്ക് ഓർമ്മ വന്നത് മറ്റേ സലീം കുമാറിന്റെ മറ്റേ സിനിമയുണ്ടല്ലോ, മറ്റേ സാമ്പ്രാണിത്തിരി. അപ്പൊ എനിക്ക് ഉണ്ണിക്കണ്ണനോട് പറയാനുള്ളത്, ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് വരാൻ കഴിയുള്ളൂ. മനസ്സിലായോ? അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ഉണ്ണിക്കണ്ണൻ തന്നെ. എന്താ പറയണ്ട, അദ്ദേഹം ചുമ്മാ എന്താ പറയണ്ട, പുലികളി കടന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്, ഒരു കലാകാരനാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി ഇങ്ങനെ കയറി വന്ന് 32 ദിവസം കൊണ്ട്, അതെന്നുവെച്ചാൽ ഈ പറയുന്ന അജ്ജാദിക്കുള്ളിൽ പോയി അദ്ദേഹം വിജയിനെ കണ്ടു. അത് വല്ലാത്തൊരു ഇത് തന്നെ. കാരണം എന്താണെന്ന് വെച്ചാൽ അത് വലിയൊരു ക്രെഡിറ്റ് തന്നെ. എനിക്കൊരു ആഗ്രഹമുണ്ട്, എനിക്ക് ഇവിടെ നിന്ന് നടന്ന് മമ്മൂക്കാനെ കാണാൻ പോകണം. അതിന് മാത്രം ദിലീപിനെ കാണുന്നുണ്ട്. ഞാൻ നടക്കാനായിട്ട് കാണുന്നില്ല. എനിക്ക് നടന്നുള്ള എനിക്ക് കഷ്ടപ്പെട്ടുള്ള ഒരു സംഭവങ്ങളിലേക്ക് താല്പര്യം. എനിക്ക് എന്നെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ, അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് കാണാം. കാരണം നമ്മൾ മലയാളം ഇൻഡസ്ട്രിയിലെ ഒരുപാട് ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ദിലീപേട്ടന് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 10 മിനിറ്റ് കോഫി കുടിക്കാൻ പറ്റും. ഞാൻ ഉണ്ണിക്കണ്ണൻ നേരത്തെ സൗഹൃദമാണ്. തൃശ്ശൂർ പൂരം ഉണ്ണിക്കണ്ണൻ പേരങ്ങനെയാ. അപ്പൊ ഉണ്ണിക്കുട്ടനും വിളിക്കാം. നേരത്തെ തൃശ്ശൂർ പൂരം ഈ 24-ലെ വാർത്ത വന്നല്ലോ, ഈ ലൈവ് ഇട്ട വാർത്തയില് 24 എടുത്ത്, അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? ഈ ഉണ്ണിക്കണ്ണൻ എന്ന സാധാരണക്കാരൻ ലൈവ് പുള്ളി എടുത്തു ഈ ചാനൽ മൊത്തം. ഇപ്പൊ നീ ആണെങ്കിലും ഇപ്പൊ ദിലീപേട്ടൻ പോയി കാണുമ്പോ എല്ലാ ചാനലും അല്ല, ദിലീപേട്ടൻ പോട്ടെ, നമ്മളിപ്പോ അവൻ അത്ര ദൂരം അദ്ദേഹം അത്ര ദൂരം നടന്നു പോയി, കാല് പൊട്ടി തവിട് പൊടിയായി ഇളയ ദളപതിനെ കണ്ടു എന്ന് പറയുമ്പോ അത് വലിയൊരു ഇത് തന്നെയല്ലേ നമ്മളെപ്പോലുള്ളവർക്ക്. നമ്മളും പ്ലാറ്റ്ഫോമിലുള്ള ആൾക്കാരല്ല, അപ്പൊ നമുക്ക് വലിയൊരു താങ്ക് യു. അപ്പൊ ഉണ്ണിക്കണ്ണൻ ഇനിയും ആഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ, ഇനിയും ആൾക്കാരെ കാണാൻ നല്ലൊരു സംഭവമാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ.